ഒരു പശുവൊക്കെ ഓടി വരുന്നുണ്ടല്ലോ. ഈ പട്ടി ഓടുന്നു, പശു ഓടുന്നു. ഇത് എന്തോ ഒരു ഇവിടുത്തെ പ്ലാന്റേഷൻ റബ്ബർ ഫാക്ടറിയാണ്. ഈ പ്ലാന്റേഷനിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന പാലെല്ലാം കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന ഒരു ഫാക്ടറിയാണ്. 2 ഫാക്ടറിയാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു ഫാക്ടറിയാണ് ഇത്. അപ്പോൾ ഇതൊരു വലിയ സമര പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുള്ളൊരു സ്ഥലമാണ്. കാരണം തൊഴിലിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കൂലി പ്രശ്നങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ AKGയുടെ ഏറ്റവും അവസാന കാലഘട്ടത്ത് സമരം നടത്തിയ ഒരു ഫാക്ടറിയാണിത്. ഇവിടെ വന്ന് വലിയ സമരങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു സമര പോരാട്ടങ്ങളുടെ ചരിത്രമുള്ളൊരു ഭൂമികയാണിത്. Dayını അതിനകത്താണ് പാല് തൂക്കി കൊണ്ടുവരുന്നത് ആ പാത്രത്തിൽ. ഈ പാത്രത്തിലാണേ പാലൊക്കെ, റബ്ബർ പാല് അവരെടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് ശേഖരിക്കുന്ന ഈ പാലൊക്കെ മുകളിൽ ടാങ്കിൽ ഒഴിക്കുമോ? ആ ടാങ്കിലേക്ക് ഒഴിക്കും. അവിടെ ഒരു മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്, കാണല്ലോ. ഇതൊരു ടാങ്കാണ് മുകളിൽ കാണുന്നത്. ഞാൻ നോക്കട്ടെ, കാണിക്കാൻ പറ്റുന്ന കയറി ചെന്ന് നോക്കട്ടെ. കണ്ടോ, ഇതാണ് ടാങ്ക്. ഇതാണ് കൊണ്ടുവരുന്ന റബ്ബറെല്ലാം ഒഴിച്ചു വയ്ക്കുന്നത്. ഇത് അളക്കുമല്ലേ? ഈ അളവ് പാത്രമാണോ ഇരിക്കുന്നത്? അളവ് പാത്രങ്ങൾ വേറെയാണ്. ഇതെല്ലാം ഈ ഒട്ടുപാൽ പറിച്ചുകൊണ്ട് വരുന്ന. ഓക്കെ. ഇതെന്താ സംഭവം? ഇതാണ് അളന്നത്? ഇത് പറിച്ചുകൊണ്ട് വന്ന ഒട്ടുപാലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് അവർ. പാലല്ലാതെ പാലിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് അതിൽ നമ്മൾ ചേർത്തിട്ട് ഒട്ടുപാൽ എന്നാണ് അതിന് പറയുക. ഓക്കെ. അതുകൊണ്ടും സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പാത്രങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത്. രണ്ടറ്റത്തും പാത്രങ്ങൾ തൂക്കി നടുവിൽ പിടിച്ചിട്ടാണ് കൊണ്ടുവരിക. നല്ല വെയിറ്റ് ആയിരിക്കും പാലിന്.
അതെ അതെ. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള ധാരാളം ബിൽഡിങ്സ് ഇങ്ങനെ ഒഴിവായി കിടക്കുന്നത് കാണാം. ഇതിൻ്റെ ഒരു പ്രതാപകാലത്തുണ്ടായിരുന്നതാണ്. പൂർണ്ണമായിട്ടും കരിങ്കല്ലെല്ലാം ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതാപകാലത്ത് ഇവരുടെ ഓഫീസേഴ്സ് വന്ന് താമസിച്ചിരുന്നതാണ്. പിന്നീട് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. തൊഴിൽ കുറഞ്ഞ സാഹചര്യത്തിൽ ഉൽപ്പാദനം കുറഞ്ഞപ്പോൾ അവർ ഒഴിഞ്ഞു പോയിട്ടുള്ളത്. ആനയുടെ ചവിട്ടടി ഉണ്ടോ? കാൽപ്പാട്, ആനയുടെ കാൽപ്പാട്. ഇവിടെ എന്താണെന്നറിയില്ല, ഒരു ജീവി ചത്തെടുക്കുന്നുണ്ട്. അത് പട്ടിയെടുത്ത് കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കുകയാണേ. എന്താണെന്നൊന്ന് നോക്കാം. ഇത് ചാലക്കുടി പുഴയാണേ. നല്ല ചീഞ്ഞ വേണം.
കണ്ടോ, വലിയൊരു കാട്ടുപന്നിയാണേ ഒഴുകി വന്നത് ഇവിടെ വന്ന് അടിഞ്ഞേക്കുക. ഇതാണ് നേരത്തെ പട്ടി വന്ന് കടിച്ച് പിന്നെ തിന്നുകൊണ്ടിരുന്നൊരു സംഭവം. ചീഞ്ഞ് നാറിയിട്ട് വയ്യ, വളരെ നാട്ടുക. വള്ളിയുണ്ടല്ലോ, ഈ പാമ്പിനെ പോലെ ഷേപ്പുള്ളത്, ഇതിനെ നമ്മൾ കാക്കവട്ടിൻ്റെ വള്ളി എന്നാണ് പറയുക. കാക്കവട്ടിൻ്റെ ചെടി, അത് ഈ ആയുർവേദത്തിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കാക്കവട്ട്. നമ്മൾ അതിൻ്റെ ആയുർവേദ കഞ്ഞി വെച്ച് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. അപ്പോൾ ഈ ഇത്രയും വലിയൊരു വള്ളി ഇവിടെ ഉള്ള സ്ഥിതിക്ക് അതിൻ്റെ ഒരു കായ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കത് കിട്ടാനാണ് സാധ്യത. നമുക്കൊന്ന് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ കാക്കവട്ട് കിട്ടും. ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ. രജീവ് പറഞ്ഞപ്പോൾ ഈ കാക്കവട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ആയുർവേദ കായ നമ്മൾ കണ്ടുപിടിച്ചു. ഇതതിൻ്റെ മരത്തിൻ്റെ മുകളിൽ തങ്ങിയിരിക്കുന്നു. നമുക്കത് കിട്ടുമോ നോക്കാം. ഈ ഹൈറ്റിലാണ് അതിൻ്റെ കമ്പ്. അദ്ദേഹം ചാടിച്ചു കേട്ടോ, ഇത് താഴെ കിടക്കുന്നു. ഇതാണ് കാക്കവട്ട്. നമുക്ക് വലിയ ഭാഗ്യമാണ്. ഇത് എന്നാ സംഭവമല്ലേ, ഇത് മാല പോലെയൊക്കെ തോന്നുന്നു, വലിയൊരു മാല. അതിൻ്റെ ഉള്ളിൽ കായ ഉണ്ടല്ലേ? ഇതാണ് കണ്ടിട്ടുണ്ടാവില്ല. അത് കാണും. ഇത് കണ്ടിട്ടുണ്ട്. ഇതിനുള്ളില് വൈറ്റ് കളറിലുള്ള ഒരു പരിപ്പാണുള്ളത്. അതാണ് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞിക്കൊക്കെ അത് ഉപയോഗിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഭാഗ്യമാണ്, കുറേ അധികം കിട്ടിയത്. ആയുർവേദ മരുന്നാണ്. അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ അകത്തേക്കൂടെയുള്ള ഒരു തോട്ടത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ ചാലക്കുടി പുഴ കണ്ടത് കേട്ടോ. ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് അവിടെയാണ് വെച്ചിട്ടുള്ളത്. ബൈക്ക് എടുത്തിട്ട് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ക നാച്ചുറൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓക്സിജനൊക്കെ ശ്വസിക്കാൻ പറ്റുന്നൊരിടം. ഇത് കാലടി പ്ലാന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അയ്യമ്പുഴ പഞ്ചായത്താണ്. കാലടി പ്ലാന്റേഷൻ എന്നുള്ള പേരിലാണ് ഈ തോട്ടം അറിയപ്പെടുന്നത് തന്നെ.
ഇത് കുറങ്ങല്ല ആവശ്യക്കാരൻ കുറങ്ങ പാമ്പൊന്നുണ്ടോ എങ്ങനെയാണ് അവിടെ നോക്കുന്നത്? ആ അതേ പട്ടിയൊക്കെ ഓടി വരുന്നുണ്ടല്ലോ. ഈ പട്ടി ഓടുന്നു, പശു ഓടുന്നു. ഇത് എന്തോ ഒരു ഇത് സിഗ്നൽ കൊടുക്കുന്ന പാമ്പ് കൊത്തിയത് കുറച്ച് പത്ത് പോകില്ല. അങ്ങനെ ധാരാളം സംഭവം ഉണ്ടാവും. ഞാൻ പോയോ? ഞാൻ ഇവിടെ നോട്ടെ, ഇയാൾ ഇവിടെ നിന്നു. ഞാൻ കുറച്ചാണ്ട് പോയിട്ട് ഇവിടെ പോരും. ആ പോവണം. ഇവിടെ നിന്നിട്ട് ആനനെ കണ്ടില്ല എന്നുണ്ടല്ലേ? അപ്പോൾ ഫ്രഷ് ആനപ്പിണ്ടോ കണ്ടു, ആനേനും കണ്ടു. ഹായ്, ഇന്നത്തെ സ്റ്റോറി രജീവിനൊപ്പമായിരുന്നു. രജീവ് അയ്യമ്പുഴ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്റ്റോറി കടന്നുപോയി. ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈനോജിൻ്റെ സ്റ്റോറി ലൈനും ഒപ്പം എൻ്റെ കിസ്ലയ മ്യൂറൽസും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിസ്ലയ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു സ്റ്റോറിയുമായിട്ട് കാണും വരെ ബൈ.